കാണത്തില്ലെന്നും മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അന്യഭാഷയൊക്കെ അവിടെ തന്നെ കാണും, പക്ഷെ ദൈവശക്തി കാണത്തില്ല. ദൈവശക്തി കാണത്തില്ല. ദൈവശക്തി വേണം. ഭക്തിയുടെ വേഷം പോരാ. അത് കറണ്ട് ചാർജ് അടയ്ക്കാത്തത് കൊണ്ട് കട്ട് ചെയ്തതുപോലെ അനേക ആളുകൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുമ്പോൾ അവരുടെ മേത്തുനിന്ന് ദൈവം തന്നെ ശക്തി എടുത്തു മാറ്റും. ശിംശോൻ തൻ്റെ പ്രമാണം തെറ്റിയപ്പോൾ, അവൻ്റെ മുടി മുറിയുവാൻ വിട്ടുകൊടുത്തപ്പോൾ ദൈവം അവൻ്റെ മേത്തുനിന്ന് ആത്മാവിനെ എടുത്തു മാറ്റി. അവനതറിയാതെ വീണ്ടും പഴയതുപോലെ കുടയുകയാണ്. പക്ഷെ കുടഞ്ഞപ്പോഴാണ് മനസ്സിലായത് പണ്ടത്തെ പോലെ ഒന്നും നടക്കുന്നില്ല. പക്ഷേ അവൻ പെട്ടെന്ന് കുടച്ചിൽ നിർത്തിയിട്ട് പിന്നത്തേതിൽ അവൻ അനുദപിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു പ്രാവശ്യം കൂടെ എന്നെ ശക്തീകരിക്കണമേ, ഒരു പ്രാവശ്യം കൂടെ എന്നെ ശക്തീകരിക്കണമേ. ആ പ്രാർത്ഥനയുടെ നടുവിൽ ഒരു ശക്തി വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ എവിടെയെങ്കിലും തെറ്റിപ്പോയതിന്റെ പേരിൽ ശക്തികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിന് പരിഹാരം ഒരു അനുതാപത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. ഇന്ന് രാത്രി അനുദപിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരു ശക്തി പുതുക്കുന്നത് പോലെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുവാൻ പോകുകയാണ്. നിന്നെ കൊണ്ട് വൻ കാര്യങ്ങൾ ദൈവം വീണ്ടും ചെയ്യിപ്പിക്കാൻ പോകും. സഭയെ കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ശുശ്രൂഷകന്മാരെ ദൈവത്തിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. സഭയെ ദൈവത്തിന് ഈ തലമുറയിൽ, ഈ തിരുവനന്തപുരം ദേശത്ത് ഈ സഭയെ കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഫെലിസ്ത്യന്റെ ക്ഷേത്രത്തിൽ ഒരു കളിപ്പാട്ടമായി തീരാനല്ല ദൈവസഭയെ വേർതിരിച്ചത്. നമ്മൾ ഇന്ന് ആർക്കും കളിപ്പാട്ടമാകാനല്ല. ദൈവസഭ കളിപ്പാട്ടമായി പോയതുപോലെ, എന്നാൽ കളിപ്പാട്ടങ്ങളല്ല ദൈവസഭ. 1-ാം നൂറ്റാണ്ടിൽ ഈ ദൈവസഭ അതിന്റെ ശക്തിയിൽ നിന്നപ്പോൾ ആർക്കും ഒതുക്കാൻ കഴിയാത്ത ഒരു മഹാപ്രസ്ഥാനമായിരുന്നു പെന്തക്കോസ്. അന്ന് അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന പത്രോസ് 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും തുറന്ന് 12:30 യോഗത്തിന് വന്നു. നമ്മുടെ പാസ്റ്റർമാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് കേട്ടു. കമ്പിയെ പിടിച്ചോ പാസ്റ്ററെ, വണ്ടിയെ കയറിയോ, തിരുവനന്തപുരം വണ്ടിക്ക് കയറിയോ? പക്ഷേ കയറി എന്ന് മാത്രം ഫോൺ വന്നു. 11:15 ആളില്ല. പിന്നെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫാ. ഇന്നത്തെ പല ഉപദേശിമാരും വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ ഫോൺ വന്നിട്ടും ഇവിടെ എത്താതെ വരുമ്പോൾ ഒരിക്കലും വരത്തില്ലെന്ന് പ്രതീക്ഷിച്ച് 3 കാവലുകൾ ഏർപ്പെടുത്തി കിടക്കുന്ന പത്രോസ് സഭ ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ അവർ രാത്രി വന്ന് ശുശ്രൂഷ ചെയ്തു. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. എന്നോ പ്രാർത്ഥനയാണ് അവരുടെ പ്രാർത്ഥന, ശക്തിയേറിയ പ്രാർത്ഥന. അവരുടെ ശക്തി കൊണ്ട് അവർ പ്രാർത്ഥിച്ചു. അവർ അല്ലെങ്കിൽ ജാമ്യത്തിന് ആളിനെ ജാമ്യത്തിലിറക്കാൻ പോയില്ല. അവർ മാർച്ചും അല്ലെങ്കിൽ പിക്കറ്റിങ്ങും ഹർത്താലും നടത്താതെ അവരുടെ സീനിയർ പാസ്റ്റർ അകത്ത് ചങ്ങലയിട്ട് കിടക്കുമ്പോൾ സഭ അർദ്ധരാത്രിയിൽ ഒരുമിച്ച് ചേർന്നിരുന്നു കൊണ്ട് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ശക്തി എത്ര വലുതാന്ന് കണ്ടു. അവർ പ്രാർത്ഥിച്ചു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിലും തുറന്ന് അവരുടെ കർത്തൃദാസൻ പ്രാർത്ഥനയുടെ നടുവിൽ കടന്നു വരത്തക്കവണ്ണം സഭയ്ക്ക് അത്രമാത്രം പവറാണ് ദൈവം കൊടുത്തിരുന്നത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ നിലവാരത്തിലുള്ള വിടുതലുകൾ നടക്കുന്നുണ്ടോ എന്ന് ശോധന ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശക്തിയെ പുതുക്കണം. നമ്മളെ കളിപ്പാട്ടമാക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ ഈ തലമുറയിൽ നമ്മൾ കളിപ്പാട്ടങ്ങളല്ല, ദൈവത്തിൻ്റെ സഭയാണ്. തിരുസഭ, കാട്ടുപോത്തിന് തുല്യമായ ശക്തിയുള്ള ദൈവസഭ. ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്, അന്ധകാര ശക്തികളെ ശാസിക്കുവാൻ ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുമ്പോൾ പലപ്പോഴും നമ്മെ കളിപ്പാട്ടങ്ങളാക്കി കളയുന്ന ദുഷ്ടശക്തിയുടെ മേൽ ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിവോടെ പ്രാർത്ഥിക്കുവാൻ, അനുദപിക്കുവാൻ, ആ ദൈവത്തോട് അപേക്ഷിക്കുവാൻ തയ്യാറായാൽ ഒരു വലിയ ശക്തി കർത്താവ് നമ്മുടെ മൺകൂടാരങ്ങളിലേക്ക് ഇന്ന് രാത്രി പകരുവാനിടയായിത്തീരും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു പുതിയ ശക്തി ദൈവം പകർന്നാൽ അത് പ്രാപിക്കാൻ എത്ര പേർ തയ്യാറാണ്? നമുക്കൊന്നുകൂടെ ശക്തിയോടെ പ്രവർത്തിക്കണം, ഒന്നിയോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇത് വസിക്കുന്നെങ്കിൽ മാത്രമേ ഉയർപ്പിക്കുള്ളൂ. വസിക്കുന്നെങ്കിൽ അഥവാ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ, അതാ വിഷയം. പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം ഇത് നമ്മുടെ കൂടെ വസിക്കാൻ വേണ്ടി നമ്മുടെ മേൽ പകർന്നിരിക്കുകയല്ല. ഒരു പ്രത്യേക സമയത്ത് ഒരു പിരിവിരാന്ന് ശരീരത്തൂടെ കയറുന്ന പോലെ തോന്നുന്ന അനുഭവമല്ല ഇത്. പിരിവിരാന്ന് തോന്നുന്നതല്ല. നമ്മുടെ കൂടെ ഉണ്ട് ഒരാൾ, ലോകത്തിലുള്ളതിനേക്കാൾ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. നമ്മുടെ കൂടെ ആത്മാവുണ്ടല്ലോ, വലിയ ശുശ്രൂഷ ഒന്നും ഇല്ലെങ്കിലും സാരമില്ല, വീടിൻ തീപ്പെട്ടി ഒന്നും ഇല്ലെങ്കിലും സാരമില്ല, റവയും കുത്തും കോമായി ഒന്നും ഇല്ലെങ്കിലും സാരമില്ല. ആത്മാവുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും, വലിയ വിടുതൽ നടക്കും.
ഒന്നുമില്ലെങ്കിലും ആത്മാവ് കൂടെ കാണും. ചിലർക്കൊക്കെ പലതും ഉണ്ട്, പക്ഷേ ആത്മാവ് കൂടങ്ങുമില്ല. പല ആൾക്കാർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലരുടെയൊക്കെ പേരിൻ്റെ അറ്റത്ത് ചെല്ലണം. ചാണ്ടി എന്നാണ് പേര്, പക്ഷേ മോസ്റ്റ് റെവറൻറ്റ് ഡോക്ടർ ഓട്ടോ വിളിച്ച് ചെല്ലണം. ചാണ്ടി എന്നാണ് അറ്റത്താണ് കിടക്കുന്നത്. പുള്ളിയുടെ അപ്പനിട്ട പേര് ചാണ്ടി, പക്ഷേ പുള്ളിയുടെ പേരിൻ്റെ ഇങ്ങനെ അറ്റത്തു നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ അത്രയൊക്കെ ഉണ്ടെങ്കിലും കേൾക്കുമ്പോൾ അവർക്ക് വേണ്ട വലിയ കാര്യമാണ്. പക്ഷേ കാക്കാസിന് കൊള്ളത്തില്ല. തിരുമേനിമാരുടെയൊക്കെ പേര് കേട്ടിട്ടുണ്ടോ? എന്നോ പേരാ, എന്നോ നീളമാ. ഓട്ടോ വിളിച്ച് പോകണം, പുള്ളിക്ക് അപ്പനിട്ട പേരിൻ്റെ അവിടെ ചെല്ലണമെങ്കിൽ. ഒരറ്റത്തുനിന്ന് പറയുന്ന. പക്ഷെ ഒരു പൂത കളയാൽ അവരാദ്യത്തെ വണ്ടിക്ക് വീട്ടിൽ പോവും. പൂത കളയാൽ അവരാദ്യത്തെ വണ്ടിക്ക് തന്നെ സ്ഥലം വിടും. ഗുണമില്ല. പക്ഷെ ഇതൊന്നുമില്ലെങ്കിലും പഠിപ്പ് പോലും ഇല്ലാത്ത പത്രോസ് അവൻ ശക്തിയുള്ളവനായിരുന്നു. സ്തോത്രം. പഠിപ്പില്ലാത്തവരുടെ മേൽ ദൈവം ഒരു വലിയ ശക്തി അയച്ചു. ഇന്ന് രാത്രി നമുക്ക് വേറെ ഒന്നും വേണ്ട, ഈ അത്യന്ത ശക്തി ദൈവം നമ്മുടെ മേൽ അയക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. വസിക്കണം. നമുക്ക് തരും ദൈവമേ, ഇത് നമുക്ക് തരും. നമ്മളിന്ന് നഷ്ടപ്പെട്ടു പോയത് എവിടെയാണെന്നായി പറയാൻ വരുന്നത്. എവിടെ പോയേ? കോടാലി തെറിച്ചു പോയി. എവിടെ വീണ സ്ഥലം എവിടാ? ഇതേ തിരിച്ചു പിടിക്കാനാണ് നമ്മളിപ്പോൾ ഉപവസിക്കുന്നത്. പുതുതായിട്ട് കിട്ടാൻ തന്നെയല്ല, തിരിച്ചു പിടിക്കാനൂടാണ് ചിലരിയ്ക്കുന്നത് ഉപവാസത്തിന്. നമ്മളൊക്കെ എന്തുമായിരുന്നു ഇതൊക്കെ ഇവിടെ തുടങ്ങിയ കാലം തീ പറക്കുകയല്ലായിരുന്നു. ഇപ്പോൾ ഒരു പരുവത്തിലൊക്കെ ഇങ്ങനെ പോകുന്നതേ ഉള്ളെങ്കിലും ഇതിലൊക്കെ പണ്ടത്തെ സ്ഥിതി എന്തോ ആയിരുന്നു പ്രിയപ്പെട്ടവരെ. അതിലേക്കൊന്ന് മടങ്ങി വരാനായിട്ട് കാഴ്ചപ്പാടോടെ ഇരുന്ന് ഉപവസിക്കുക. ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണം, ഞങ്ങളെ ശക്തീകരിക്കണം. വലിയ കാര്യമൊന്നുമില്ല, നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഒന്നുകൂടെ ശക്തിപ്പെട്ട് സഭ ശക്തമായിട്ട് ഇത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്നെങ്കിൽ ഇനി ഈ പട്ടണത്തിൽ അനേകരെ സ്നാനപ്പെടുത്തി വലിയ ദൈവപ്രവൃത്തി നമ്മുടെ നടുവിൽ ഉണ്ടാകാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണെന്ന് എനിക്കറിയാം. അത് സംഭവ്യമാകണമെങ്കിൽ പണ്ട് ദൈവം തന്നത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? ഇത് വസിക്കുന്ന ആത്മാവാണ് നമ്മളിൽ. എൻ്റെ കൂടെ വസിക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുന്നു എങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. നമ്മുടെ വീട്ടിൽ നമുക്ക് പാർക്കാൻ കഴിയുമ്പോൾ തന്നെ വേറെ ആളുകളെയും പാർപ്പിക്കാൻ വേണേ. നമ്മുടെ നാട്ടിലെങ്ങും ഒരു വീടിനകത്ത് കയറ്റി വേറെ ആരും പാർപ്പിക്കുന്നില്ല. വാടകയ്ക്ക് വീട് കൊടുക്കുന്നുണ്ടെങ്കിലും വീടിനകത്ത് തന്നെ ആരെയും പാർപ്പിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇവിടെ ഇല്ല. പക്ഷേ വിദേശത്ത് ഞാൻ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ, ആദ്യമായിട്ട് പോയപ്പോൾ ഞാൻ ഒരു വീട്ടിൽ വെച്ച് സത്യത്തിൽ അങ്ങ് ആശ്ചര്യപ്പെട്ടു പോയി. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അച്ഛനും അമ്മാമ്മയും കൂടെ എന്നോട് പറഞ്ഞു, പതുക്കെ സംസാരിക്കണേ, ഇവിടെ വേറെ ആളുണ്ട്. ആരാ? ഇച്ചിരി കഴിഞ്ഞപ്പോൾ ബെഡ്റൂം ഒരെണ്ണം തുറന്ന് ചരിഞ്ഞിങ്ങനെ എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞ് ഇറങ്ങി ഒരുത്തം പോകുന്നു. ഞാൻ അതാരാ? അതെ, വാടക ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇവരെന്ത് ചെയ്തിരിപ്പിക്കുക, വീടിൻ്റെ അകത്ത് വേറൊരു മുറിയുണ്ട്. 2-3 ബെഡ്റൂമുള്ള വീടെടുത്തിട്ട് 3 ബെഡ്റൂം 3 ആൾക്കാർ കൊടുത്തിരിക്കുക. എന്നിട്ട് കിച്ചണും ഡൈനിങ് ടേബിൾ ഡൈനിങ് ഹാളും എല്ലാം ഒന്നിച്ച് ഉപയോഗിക്കും. ബാക്കി 3 വീട്ടിൽ 3 ആളുകളാണ്. അപ്പോൾ ഒരു വീടെടുത്തിട്ട് 3 വീട്ടുകാരാണ് താമസിക്കുകയാണ്. എന്നിട്ട് ചില കാര്യങ്ങൾ കോമണായിട്ട് ഉപയോഗിക്കുക, ചിലത് കോമണായിട്ട് ഉപയോഗിക്കുക. ഇത് കണ്ടപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞ എന്നറിയാമോ? മോനെ, നിൻ്റെ ശരീരം ഇത് തന്നെയാണ്. നിനക്കും താമസിക്കാം, ശാശ്വതനും താമസിക്കാം, യേശുവിനും താമസിക്കാം. 3 പേർക്ക് ഒരുപോലെ ഒരുപോലല്ല, 2 പേർക്ക് ഒരുപോലെ താമസിക്കാം. പക്ഷേ 3 പേര് താമസിക്കാനായിട്ട് 3 പേരാണ് മൊത്തം ഉള്ളത്. പക്ഷേ ഈ 2 പേർക്ക് ഒരേ സമയത്ത് താമസിക്കാൻ പറ്റുള്ളൂ. ഒന്നും നീ നിർബന്ധമായിട്ടും നീ താമസിക്കുന്നില്ല, പിന്നെ നീ അത്തുപോവും. നീ താമസിക്കുന്നുണ്ട്, നിന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ല, നീ അതിനെ താമസിക്കാം. അപ്പോൾ തന്നെ പിശാചിനും താമസിക്കാം. പിശാച് ഇടിച്ച് കയറി വന്നങ്ങ് കൂടെ കയറി താമസിക്കത്തേ ഉള്ളൂ, ചോദിക്കത്തൊന്നുമില്ല, കോളിംഗ് ബെല്ലൊന്നും അടിക്കത്തൊന്നുമില്ല. ഇടിച്ച് കയറി ഇങ്ങനെ വരിക പുതപ്പൊക്കെ ആയിട്ട്. പക്ഷെ വേറൊരാൾ വരും, വാതിൽക്കൊന്ന് മുട്ടും, എന്നെ ഇവിടെ താമസിപ്പിക്കാമോ ചോദിക്കും. തുറന്നു കൊടുത്താൽ നിൻ്റെ ഇവിടെ താമസിക്കുന്ന ഒരാത്മാവുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ശരിക്കും ഒരു വീടാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം ഒരു വീടാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാം. നമ്മുടെ ശരീരം വീടാണ്, നമ്മുടെ ശരീരം വീടാണ്. ഈ വീട്ടിൽ നിന്നൊരു ദുരാത്മാവിനെ പുറത്താക്കിയാൽ ഇത് വീടാണെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഒരു ദുരാത്മാവ് ഒരുത്തനെ വിട്ടു പോയാൽ അവൻ പോയിട്ട് അതിനേക്കാൾ ബലമേറിയ ഏഴണത്തെ ഇവിടെ കൂട്ടിയിട്ട് അവൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് തന്നെ പോരും എന്ന് പറഞ്ഞാൽ ആ ആളാണ് വീടെന്ന് ദൈവത്തിന് വചനം പറയുന്നു. കൈപ്പണിയായ കൂടാരം, ഇത് ശരീരം വീടാണ്, ഇത് മന്ദിരമാണ്. ആത്മാവിനെ പകർന്നു വെച്ചിരിക്കുന്ന മന്ദിരമാണ്. ഇത് ശരീരം വീടാണ്, എൻ്റെ വീടാണ് ഈ ശരീരം. ഈ വീട് കൈപ്പണിയായതാണ്. ഇത് പൊളിച്ചിട്ടാണ് നമുക്ക് നിത്യഭവനത്തിലേക്ക് നമ്മൾ പോകും. സ്തോത്രം. അപ്പോൾ ഈ വീട്ടിൽ, അപ്പോൾ അന്ന് ആ വീട്ടിലുള്ള ആളുകൾ എന്നോട് പറഞ്ഞ് വളരെ ചെറുക സംസാരിക്കണം, ചെറുക പ്രാർത്ഥിക്കണം, കാരണം അവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ന് വെച്ചാൽ വേറെ ആളെ താമസിപ്പിച്ചേച്ച് പിന്നെ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കി അവരങ്ങ് ഇറങ്ങിപ്പോവും. എൻ്റെ വീട് ഞാൻ SIക്ക് വാടകയ്ക്ക് കൊടുത്തുനിന്നിരിക്കട്ടെ, എൻ്റെ വീടിനകം ഒരു മുറി,
വേറെ വീട് കിട്ടുക. എസ് ഐ എൻ്റെ വീട്ടിൽ താമസിക്കുക. എസ് ഐ ഡ്യൂട്ടി കഴിഞ്ഞ് വളരെ പ്രയാസത്തോടെ രാത്രി വന്ന് കയറി കിടന്നു. ഞാൻ ടി വിയൊക്കെ ഉറക്കെ വെച്ച് ക്രിക്കറ്റ് കളി, സച്ചിൻ 6 അടിക്കുമ്പോൾ സച്ചിൻ കീ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് വെള്ളം ഉണ്ടാക്കി, സെറ്റിയും ചവിട്ടി വളച്ച് ഭയങ്കര വെള്ളം ഉണ്ടാക്കി. ഉപ്പ് കൂടിപ്പോയെന്നും പറഞ്ഞ് ഉപ്പും കുപ്പിയും വലിച്ചെറിഞ്ഞ് ചെറുക്കനെയും ചൂടായി ഇങ്ങനെ വെള്ളം വെച്ചാൽ എസ് ഐ രാവിലെ വരെ നിങ്ങളങ്ങ് പുറത്തോ, ഞാൻ പോവാം. ബോധം വേണം എൻ്റെ അകത്ത്. അവിടെ വീട്ടിൽ എസ് ഐ കിടക്കുന്നേ. ഈ ബോധം നഷ്ടപ്പെടുമ്പോൾ ആത്മാവ് വിട്ടുപോകും. അല്ലെങ്കിൽ ആളുകളുടെ സുബോധം നഷ്ടപ്പെടുത്തിയാണ് പിശാച്. എനിക്ക് പണ്ടൊരു തത്ത കിട്ടിയ കാര്യം ഞാൻ സൂചിപ്പിക്കാം. ചെറുപ്പത്തിൽ എനിക്കൊരു തത്ത കിട്ടി, ഒരു കൊച്ചു തത്ത, കുഞ്ഞിത്തത്ത. സംഭവിച്ച കാര്യമാണ്. കുഞ്ഞിത്തത്ത കിട്ടി. ഞാൻ തീറ്റ കൊടുക്കാൻ നോക്കി തിന്നത്തില്ല, ചെറിയ തത്തയാണ്. ഞാൻ അതിനെ അവിടെ തൂക്കിയിട്ടിരിക്കുക. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം ഉണ്ടായി. ഇതിൻ്റെ തള്ളത്തത്ത എവിടുന്നോ പറന്നു വന്ന് ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടിന് മണ്ടയ്ക്ക് വന്നിരുന്നു തീറ്റ കൊടുക്കുന്നതിന്. എനിക്ക് അന്നേരം തൊട്ട് തോന്നി ഈ തള്ളത്തത്തെ പിടിക്കണം. തള്ളയ്ക്ക് തീറ്റ കൊടുക്കും, അത് സാവകാശം വരുന്നു, ഉച്ച കഴിഞ്ഞോ വല്ലോ കുഞ്ഞിന് കൊടുത്തോളുമല്ലോ, തള്ളയെ കൂടെ പിടിക്കണം എന്നുള്ള ആഗ്രഹം കയറി. ചെറുപ്പത്തിലാണ് തള്ളയെ പിടിക്കണം. എങ്ങനെ പിടിക്കും? കൊച്ചുകൂട് ഒരു വലിയ കൂടിനകത്ത് ഇറക്കി വെച്ചിട്ട് വലിയ കൂടിൻ്റെ വാത് തുറന്നു വെച്ചാൽ തള്ള വന്ന് ഇതിനകത്ത് ഈ വലിയ കൂടിൻ്റെ വാതിൽക്കൽ കൂടെ കയറി കൊച്ചുകൂട്ടിലിരിക്കുന്ന തത്തയ്ക്ക് തീറ്റി കൊടുക്കുമ്പോൾ വലിയ കൂടിൻ്റെ വാതിൽ പിടിച്ച് അടയ്ക്കാമെന്ന് കരുതി പെങ്ങടെ വീട്ടിൽ ചെന്ന് വലിയൊരു കൂട് എടുത്തുകൊണ്ട് വന്ന് സൈഡ് പൊളിച്ച് കൊച്ചുകൂട് അതിനകത്ത് കയറ്റി വെച്ച് സൈഡിലെല്ലാം തുന്നിക്കെട്ടി ഫ്രണ്ടിലത്തെ വാതിൽ തുറന്നു വെച്ചു. രാവിലെ 6:45 മുതൽ നോക്കിയിരിക്കുക. 7:15 ആയപ്പോൾ വന്നു തത്ത വന്നു. വളരെ കാത്തിരുന്ന തത്ത വന്നേക്കുന്നത്. വലിയ സംശയമായിരുന്നു വരുവോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ കൃപയാൽ തത്ത വന്നു. ഞാനിത് വേറൊരു മണ്ടലാണ് പറയുന്നത് കേട്ടോ. തത്ത വന്നു. കയറിയില്ല എന്നുള്ള നിലയിൽ ആദ്യം ഒന്ന് തലയിട്ടച്ചിങ് ഇറങ്ങിപ്പോകും പേടിച്ച്. കാരണം ഇന്നലെ കണ്ട പോലെ അല്ല. ഞാനോടത്ത് കയറിയെന്ന് കേട്ടോ. കയറിയില്ല. ഇത് പകുതി കയറിയ പോലായെന്ന്. ഇച്ചിരി അങ്ങോട്ട് കയറിയാൽ മതി ഇങ്ങനെ അടയ്ക്കാൻ വേണ്ടി. ഞാൻ ശ്വാസം തന്നെ വിടുന്നത് വളരെ ആലോചിച്ചിട്ടാണ്. കാരണം ശ്വാസം വിട്ടിട്ട് ഇനി ഇത് പോയെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ ശ്വാസം പോലും വിടാതെ ഇങ്ങനെ അതിൻ്റെ വാതിൽ അടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ കാപ്പി എന്നും പറഞ്ഞൊരു വരവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാപ്പി എന്നും പറഞ്ഞൊരു വരവ്. ഞാൻ അവിടെ എനിക്ക് കാപ്പി വേണം സത്യത്തിൽ. എൻ്റെ വയറ് കത്തുമല്ലേ. 6:15 പോലും നോക്കിയിരിക്കുക. ഒരു കടുകാപ്പി പോലും കുടിച്ചിട്ടില്ല. എനിക്കൊരു ഗ്ലാസ് കാപ്പി കിട്ടിയാൽ ഇപ്പം ഞാൻ കുടിക്കും. 8:15 പക്ഷെ ഒന്നും കഴിച്ചില്ല. നെഞ്ച് കത്തുന്നുണ്ട്. പക്ഷെ എന്നാലും കാപ്പി എത്ര വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ അമ്മയോട് ഇങ്ങനെ ചെറുക ശബ്ദം താത്തു പറഞ്ഞു, അമ്മ കാപ്പി വേണ്ട. അമ്മ ചോദിച്ചു, എന്താടാ കാപ്പി വേണം? തത്ത പോയി. പലതും ആവശ്യമുണ്ടെങ്കിലും അത് വേണ്ടാന്ന് പറഞ്ഞ് എന്നെ തത്ത പോകാതിരിക്കാനാണ്. നിന്റെ ദേഹത്ത് വന്നതും തത്തയല്ല, പ്രാവാ. യേശുവിൻ്റെ മേലൊരു പ്രാവ് വന്നിരുന്നു. പ്രാവെന്ന പോലെ ഒരു ആത്മാവ് ആവസിച്ചു. അതേ നിലവാരത്തിൽ നിൻ്റെ കൂടെ നിൻ്റെ വീട്ടിൽ വസിക്കാനായിട്ട് ഒരാത്മാവിനെ ദൈവം തരിക. എന്തിനാ തരുന്നേ? ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. സ്തോത്രം. ഈ ആത്മാവ് നിന്നിലുണ്ടെങ്കിൽ നീ വളരെ ഫലം കായ്ക്കും. ഈ ആത്മാ സാന്നിധ്യത്തിന് മുന്നോട്ട് പോയി നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. നീ ഒരു മഹാശക്തിയായിരിക്കും. കാരണം നിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വരിക എന്ന് പറയുന്ന ചെറിയ പ്രതിഭാസമല്ല. ഇവിടെ ഇരിക്കുന്ന ആ സഹോദരൻ്റെ അകത്തൊരു പോത്തിൻ്റെ ആത്മാവ് കയറി എന്നിരിക്കട്ടെ. ഈ വാക്കിനെ നിങ്ങൾ പേടിക്കേണ്ട. പോത്തിന് ആത്മാവുമില്ല, കയറത്തുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, പോത്തിൻ്റെ ആത്മാവ് കയറി എന്നിരിക്കട്ടെ. ബ്രദറിൻ്റെ അകത്തോട്ട് പോത്തിൻ്റെ ആത്മാവ് കയറി. സജി എന്ന് പറയുന്ന ഒരാളുടെ അകത്തോട്ട് പോത്തിൻ്റെ ആത്മാവ് കയറി എന്നിരിക്കട്ടെ. എന്തോ ചെയ്യും? സ്തുതി ചെയ്യും മനമേന്ന് പറഞ്ഞിരിക്കുമോ? ചാടി അവിടെ ഇരിക്കുന്നവനെ ഇവിടെ ഇരിക്കുന്നവനെ കുത്തി മറിച്ച് ആ കൂട്ടറും കുത്തി ഇളക്കി മറിച്ച് താഴെയിട്ട് അവിടെ ചെന്ന് കുറേ പോച്ചമാരി തിന്ന് അടുത്ത വെള്ളത്തിൽ ചെന്ന് ചാടും പോത്ത്. ഇതൊന്നും അറിയാൻ വയ്യാതെ ഒരാൾ കയറി വന്നിട്ട് റെജിക്ക് എന്നാ പറ്റിയെന്ന്. ചുമ്മാ ഇരിക്കുകയായിരുന്നു. പോത്തിൻ്റെ ആത്മാവ് കയറുകയാണ്. അല്ല, പോത്തിൻ്റെ ആത്മാവ് കയറാഞ്ഞിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നില്ലേ? അപ്പോൾ പിന്നെ പോത്തിൻ്റെ ആത്മാവ് കയറിയാലോ? പോത്തിൻ്റെ ആത്മാവ് കയറിയ ആരും അറിഞ്ഞില്ല. എന്താ സംഭവം? ഒരു കുഴപ്പമില്ലായിരിക്കാനും. പക്ഷേ പോത്തിൻ്റെ ആത്മാവ് കയറി. എന്ത് ചെയ്തു? സ്കൂട്ടറൊക്കെ മറിച്ചിട്ട് പോച്ചയൊക്കെ കടിച്ച് തിന്ന് അവിടുന്ന് നേരെ വെള്ളത്തിൽ ചാടി. പോത്തിൻ്റെ ആത്മാവ് കയറുമ്പോൾ ഇങ്ങനാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ അകത്ത് കയറിയാലോ? ഇതിനകത്തുനിന്ന് കാഴ്ചപ്പാടൊന്ന് വർദ്ധിക്കട്ടെ, കുറച്ചുകൂടെ ആവേശം ഒന്ന് ഉണ്ടാകട്ടെ. അതുകൊണ്ട് ചിലരിന്ന് ഉറക്കം തോന്നുന്നു. വലിയൊരു കാര്യം ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അല്ലെങ്കിൽ ആത്മശക്തിക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പോത്തിൻ്റെ ആത്മാവ് കയറത്തില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ കയറുന്ന ഒന്നുണ്ട്. യഹോവയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അവരുടെ മേ വന്നു. യഹോവയുടെ ആത്മാവ് ശിംശോൻ്റെ വന്നു. ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ കയറി വന്ന് കോളിംഗ് ബെല്ല് അടിച്ചു. നിങ്ങളാരും എനിക്ക് കഥ തുറന്നു തന്നില്ല. ഞാൻ കട്ടളയും പിഴുതുകൊണ്ട്
വെള്ളം കയറി വന്നാലോ? എൻ്റെ കയ്യിലിരിക്കുന്ന എന്തുവാ? നിങ്ങളുടെ വീടിൻ്റെ കട്ടള. നിങ്ങൾ ഞെട്ടിപ്പോ. ശിംശോൻ ഒരിക്കൽ നടന്നു പോയപ്പോൾ അവന് ചാടിപ്പോയിരിക്കാൻ ആ പട്ടണക്കാര് കതകു വെച്ച് കുറ്റിയിട്ട് ഓടാമ്പലൊക്കെ വെച്ച് സൂക്ഷ്മമായിട്ട് കട്ടളയെല്ലാം വെച്ച് പട്ടണം വാതിൽ പൂട്ടിയ ഒരു താക്കോലെടുത്ത് അവൻ പോകുന്ന ഒന്ന് കാണട്ടെന്ന്. പുള്ളി എന്താറിയാവോ, അങ്ങോട്ട് ചെന്ന് കപ്പ വിഴുതെടുക്കുന്നല്ലോ കട്ടളയും വിഴുതുകൊണ്ട് അങ്ങ് പോവുക. അല്ല എന്നാന്ന് ചോദിച്ചവൻ പറഞ്ഞു, യഹോവയുടെ ആത്മാവ് അവൻ്റെ അകത്തിരിക്കുകയാണ്. അവൻ കട്ടളയൊന്നും വിഷയമല്ല, പിഴുതുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഇന്ന് രാത്രി ദൈവം അതേ ആത്മാവ് ഇപ്പോഴും ഉണ്ടെന്ന്, അതേ ആത്മാവ് ഇപ്പോഴും ഉണ്ട്. നിന്നെ ഒതുക്കി വെക്കുന്നതിനെല്ലാം താട്ടി തെറിപ്പിച്ചുകൊണ്ട് പോകുന്ന, നിന്നെ മൂടി വെക്കുന്ന സകല പ്രതിസന്ധിയും തകർത്തുകൊണ്ട് പോകുന്ന, നിന്നെ ഒതുക്കാൻ വരുന്ന സകല ശക്തി ഇടിച്ചു പൊളിച്ചു പോകുന്ന ഒരാത്മാവിൻ്റെ ശക്തി ഉണ്ട്. ഇന്ന് രാത്രി അതിൻ്റെ ഒരു അഭിഷേകം, ഒരു വ്യാപാരം ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിൽ സംഭവിക്കട്ടെ. വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഒരു അത്യന്ത ശക്തി. യേശു പറയാണ്, പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേത്ത് വരികയാണെങ്കിൽ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയാണെങ്കിൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകും, എൻ്റെ സാക്ഷികളാകും. ഒരു കാര്യം മറക്കരുത്, ദൈവം നമ്മളെ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിനെ പകർന്നാൽ. കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് ഞാൻ അനേക വേദികളിൽ പ്രസംഗിച്ച ദൈവമക്കളെ, അതിൻ്റെ മിടുക്കല്ല. ഇന്നും ഞാൻ സൂക്ഷിക്കുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ, ദൈവാത്മാവിനിൽ ദുഃഖിക്കരുത്. പരിശുദ്ധാത്മ ദുഃഖിക്കുന്ന ഒരു വാക്ക് വരില്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന നോട്ടം എന്നിൽ ഉണ്ടാകരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ട് എനിക്കൊരു ലാഭവും വേണ്ട എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ ആത്മാവ് എന്നെ വിട്ടുപോകാതെ നിന്നപ്പോൾ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് പല രാജ്യങ്ങളിലും നസ്രയനെ ശുശ്രൂഷിപ്പാൻ ഒരു മിടുക്കും ഉണ്ടായിട്ടല്ല പ്രിയപ്പെട്ടവരെ. PMG സഭയിലും 2ാമത്തെ പ്രാവശ്യം വന്നത്. ഇന്നത്തെ അനേക ശുശ്രൂഷകന്മാരുടെ ഒപ്പം പിടിക്കാനുള്ള വലിയ കഴിവോ പ്രാപ്തിയോ വലിയ വാക്ചാതുര്യമോ വചനത്തിൻ്റെ അറിവോ ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ ദൈവം ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഞാൻ വ്യക്തമാക്കട്ടെ. എൻ്റെ പ്രാർത്ഥന മുഴുവൻ ദൈവത്തോട് ഇങ്ങനെയാണ്, കർത്താവേ നീ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ എന്നിൽ വരാതെ വണ്ണം, കർത്താവേ എന്നിൽ നിന്ന് നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കത്തക്കവണ്ണം ഒരു പ്രവൃത്തി എന്നിൽ വരാതെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കർത്താവ് എന്നോട് കർത്താവെ കരുണ കാണിക്കണം. അങ്ങനെ ഒരു ജീവിതത്തിന്റെ ഉടമയായി ഇന്ന് രാത്രി മാറുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ നീ വളരെ ഫലം കായ്ക്കുവാൻ പോകുകയാണ്. നീ വളരെ ഫലം കായ്ക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു ഉടമ്പടി ദൈവവുമായി വെക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മെ അഭിഷേകം ചെയ്യുവാൻ പോകുകയാണ്. ദൈവം നിന്റെ മേൽ ചില ശുശ്രൂഷകൾ ഫലമേൽപ്പിക്കുവാൻ പോകുകയാണ്. ദൈവം നിന്റെ മേൽ ചില കൃപാവരങ്ങളെ ഇന്ന് രാത്രി കൈമാറുവാൻ പോകുകയാണ്. ഒരൊറ്റ ഉറപ്പ് ദൈവത്തിന് കൊടുക്കണം. കർത്താവേ എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും, എന്തെല്ലാം ശത്രു എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്നാലും പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിൽക്കുവാൻ ഒരു കൃപ എനിക്ക് തരണമേ കർത്താവേ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും എൻ്റെ നാവിൽ വരരുത്. വചനം പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കാരണം എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നയിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. അവനെ ദുഃഖിപ്പിച്ച് അകറ്റിയാൽ, ഞാൻ അകറ്റിയാൽ പിന്നെ എൻ്റെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു. സ്തോത്രം. എന്നെ ശക്തീകരിക്കുവാനും എന്നെ കൊണ്ട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ചെയ്യിപ്പിക്കാനും എന്നെ സ്വർഗത്തിലെത്തിക്കാനും മുഴുവൻ കാര്യത്തിനും സ്വർഗം അയച്ചിരിക്കുന്ന ആരെയാ? പരിശുദ്ധാത്മാവെന്ന കാര്യത്തിൽ. ഞാൻ അവനെ ദുഃഖിപ്പിച്ച് മാറ്റിയിട്ട് ഞാൻ പിന്നെ ഇവിടെ എന്നാ കാണിക്കാനാ? മലമറിക്കാനാ? പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി ഞാൻ ഇവിടെ എന്നാ കാണിക്കാനാന്ന്? സ്തോത്രം, സ്തോത്രം. അതേസമയത്ത് പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ടാങ്ങുണ്ടല്ലോ. പീലിപ്പോസ് ഒരു ദിവസം സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പം സ്നാനപ്പെട്ട ആള് തിരിച്ചു പറഞ്ഞു, പാസ്റ്റേ അങ്ങ് മരുഭൂമി വെച്ച് എൻ്റെ വണ്ടിയെ കയറുതല്ലയോ? യെശയ്യാപ്രവചനമൊക്കെ വ്യാഖ്യാനിച്ച് വന്നപ്പോഴത്തേന് വണ്ടി ഒരുപാട് ഇങ്ങ് പോകുന്നു. മരുഭൂമി വെച്ചല്ലേ നമ്മൾ കണ്ടുമുട്ടിയേ, ഇപ്പോൾ വെള്ളമുള്ള സ്ഥലത്ത് വന്നല്ലോ, ഇനി പാസ്റ്റർക്ക് തിരിച്ചു പോകണ്ടായോ? ഞാൻ തിരിച്ച് അങ്ങോട്ട് ഇറക്കാമെന്ന് പറയാൻ അയാൾ വന്നില്ല. അയാളുടെ വഴിക്ക് പോയി. പക്ഷേ ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി. പ്ലെയിൻ ഇറങ്ങിയിട്ടില്ലാത്ത കാലത്ത് പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയെന്ന്. കാരണം ഈ ആത്മാവിന് വേണ്ടി വന്നാൽ നിന്നെ എടുത്തുകൊണ്ട് നടക്കാൻ കഴിവുള്ളതാ ശക്തിയാണ്. ഇത് വേണ്ടി വന്നാൽ നിന്നെ ദുർഘടങ്ങളിൽ എടുക്കുന്നവനാണ്. പിന്നെ അവനെ അസ്തോതിലാണ് കണ്ടത്. അത്ര മഹാശക്തി ഇത് യേശുവിനെ നടത്തിയ ആത്മാവാണ്. വചനം വ്യക്തമായിട്ട് പറയുന്നു, ദുഃഖിപ്പിക്കരുത്. ഇന്ന് രാത്രി കൂടുതൽ പ്രസംഗിച്ച് മുന്നോട്ട് പോകുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ അകത്തുനിന്ന് കത്തിക്കയറി വരുന്നുണ്ട്. മഹാസന്തോഷം, ലോകത്തിനുണ്ടാകുവാൻ പോകുന്ന മഹാസന്തോഷം എന്താണ്?
ദൈവമക്കളെ, യേശു ക്രിസ്തു ഇവിടെ വന്നിട്ട് പ്രസംഗിക്കുകയാണ്, സുവിശേഷം പ്രസംഗിക്കുകയാണ്. എന്താ രാവിലെ നമ്മളൊരു വാക്കിങ്ങനെ പറഞ്ഞു, മർക്കോസിൻ്റെ സുവിശേഷം. എന്താണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പുള്ളി പറഞ്ഞു തുടങ്ങിയത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിപ്പീൻ. ഞാൻ ഈ പറഞ്ഞ ഭാഗം ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ ജീവിതത്തിൻ്റെ മേഖലയിൽ ഏത് നിമിഷവും നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത് ജീവിക്കേണ്ട. മറ്റാരെല്ലാം നിന്നോട് പിണങ്ങിയാലും ആത്മാവ് പിണങ്ങാതിരിക്കാൻ നോക്കിയാൽ മതി. ആരൊക്കെ പിണങ്ങിയാലും ദൈവത്തിൻ്റെ ആത്മാവ് പിണങ്ങുന്ന ഒരു കാര്യവും ചെയ്യത്തില്ല എന്ന് ഇന്ന് രാത്രിയും കൂടെ നമുക്കൊരു തീരുമാനത്തിലേക്ക് വരാം. വായിലെ വാക്കും നോട്ടവും ചിന്തയും പ്രവൃത്തിയെല്ലാം ഒന്ന് ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം നിന്നെ വിശ്വസിച്ചൊരു കൃപ ഇന്ന് രാത്രി ഏൽപ്പിക്കട്ടെ. വിശ്വസിച്ചൊരു കൃപ ഏൽപ്പിക്കട്ടെ. പഴയ തുരുത്തിൽ അവൻ പുതുവീഞ്ഞ് പകരത്തില്ല. വലിയൊരു ശക്തിയേറിയ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നമ്മളൊന്ന് ഒരുക്കിയെടുക്കട്ടെ. എന്തിനാണ് ദൈവം ശക്തീകരിക്കുന്നത്? മഹാസന്തോഷം ലോകത്തിനുണ്ടാകുവാൻ പോകുകയാണ്. എന്താ മഹാസന്തോഷം? കർത്താവ് വന്നപ്പോൾ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെടണം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതിന് മാനസാന്തരപ്പെടണം. മാനസാന്തരം പ്രസംഗിക്കാൻ വേണ്ടി കർത്താവിനെ പിതാവ് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. എന്താ കാര്യം? ദൈവത്തിൻ്റെ രാജ്യം സമീപിച്ചിരിക്കുന്നു. പിതാവായ ദൈവത്തിന് അവൻ നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കിയെന്ന് രാവിലെ ചിന്തിച്ചു. എന്ന് വെച്ചാൽ PMGയിൽ ഇന്ന് കൂടുന്ന നമ്മളും IPCക്കാരായ ഞങ്ങളും ചർച്ചക്കോളിലുള്ളവരും കൊറിയയിൽ യോങ്കിച്ചോടെ സഭയിൽ കൂടുന്നവരും പിന്നെ കുമ്പനാട്ടിലുള്ളവരും സീതത്തോട്ടിലുള്ളവരും പിന്നെ കോന്നിയിലുള്ളവരും പിന്നെ ഇറ്റലിയിലുള്ളവരും ഫ്രാൻസിലുള്ളവരും ജർമ്മനിയിലുള്ളവരും സായിപ്പിൻ്റെ സഭയിലുള്ളവരും എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം തള്ളിയേച്ച് ഇവരെ എല്ലാം കൂടെ ചേർത്ത് ഒരു ലോകം ഉണ്ടാക്കാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടോ? സിമ്പിളായിട്ട് പറയാം, ഒരു ലോകം, പുതിയൊരു ലോകം വരുന്നു. എന്തിനാ ദൈവം സുവിശേഷം നമ്മളെ പരമേൽപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളെ അഭിഷേകം ചെയ്തത്? ഗൗരവമായിട്ട് ഇന്ന് രാത്രി നമ്മളത് ഏറ്റെടുക്കുകയും അതിൻ്റെ ഗൗരവം ഏറ്റെടുക്കാമെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ പോവാം. ഒരു ലോകം വരാൻ പോവാം. ഇത് ഇന്ന് ഈ ലോകത്തിലുള്ളവർക്ക് അറിയത്തില്ല, നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. വേറൊരു ലോകത്തിൻ്റെ പണി നടക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? വേറൊരു ലോകത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അത് ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. അതിന് പത്രോസിട്ട പേരാണ് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. കാരണം നീതി കിട്ടാതെ പോയ ഈ ലോകത്തിൽ അനേക ആളുകൾക്ക് നീതി കിട്ടാതെ പോയപ്പോൾ ദൈവം തീരുമാനിച്ചു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് നീതി ലഭിക്കും. പത്രോസ് ആ ഭൂമിക്കിട്ട പേര് തലക്കെട്ടിങ്ങനെയാണ്, നീതി വസിക്കുന്ന ഭൂമി. ഈ ഭൂമിക്ക് നീതി ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നസറേനായ യേശുക്രിസ്തുവിന് പോലും ഈ ഭൂമി നീതി കിട്ടിയില്ല. നിങ്ങൾക്കറിയാം, പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ മധ്യഭാഗമായി ഇസ്രായേലിലെ കോടതികളിൽ ഒരു വലിയ വിസ്താരം നടന്നു. യേശുവിനെ അവർ വിസ്തരിച്ചിട്ട് ചക്രവർത്തി പറഞ്ഞു, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈ കഴുകി മാറിയിട്ട് കോടതി കുറ്റപത്രം വായിച്ചപ്പോൾ പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പക്ഷേ ഇതാണ് വിധിയെങ്കിലും കുറ്റപത്രത്തിനകത്ത് ഒരു തെറ്റും പറയാനില്ലെങ്കിലും വധശിക്ഷ ഏറ്റുവാങ്ങിയവനാണ് നമ്മുടെ ഗുരു. അതെന്താണ് അതിൻ്റെ കാര്യം? അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ നീതിയില്ല. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇനി ഈ ഭൂമി എത്ര നീതിയോടെ ജീവിക്കാൻ നോക്കിയാലും, എത്ര ജനസമ്പർക്ക പരിപാടി നടത്തിയാലും, കോൺഗ്രസ്സുകാർ എന്നെ തടഞ്ഞു നിർത്തി അടിക്കൽ ഇതിനകത്താലൊക്കെ ഉണ്ടെങ്കിൽ, ദൈവമക്കളെ എത്ര ജനസമ്പർക്ക പരിപാടി നടത്തി ആർക്കെല്ലാം കോഴിക്കൂടും കോഴിയും വിതരണം ചെയ്താലും ഈ ഭൂമിക്ക് നീതി വരാൻ പോകുന്നില്ല. ഇത് കത്തിച്ച് കളയാൻ പോയാണ്. നീതി വസിക്കുന്ന ഭൂമി വരും. കാരണം നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ നിന്നിട്ട് നീതി കിട്ടാതെ അനേക ആളുകൾ ഉണ്ടായിരുന്നു. അനേക ആളുകൾ തങ്ങളുടെ ഭാഗത്താണ് നീതിയെങ്കിലും അവർ പറഞ്ഞതുപോലെ ആ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും പണത്തിൻ്റെ പിടിപാട് കൊണ്ടും അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ തിരിച്ചൊന്നും പറയാനില്ലാതെ അവരൊരു ദീർഘശ്വാസം വിട്ടു. ആ ദീർഘശ്വാസത്തിനകത്ത് അതിനകത്ത് മുഴുവൻ അടങ്ങിയിരുന്നത് ഇങ്ങനെയാണ്, ദൈവം സ്വർഗത്തിലൊരുത്തനുണ്ടടാ, സ്വർഗത്തിലൊരുത്തനുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയങ്ങളിൽ നിങ്ങൾക്ക് നീതി കിട്ടാതെ പോയപ്പോൾ നിങ്ങൾ